ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത അക്കൗണ്ടൻസി പാർട്ട് 2 അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കടപ്പത്രങ്ങളുടെ പുറപ്പെടുവിക്കലും വീണ്ടെടുക്കലും എന്ന പാഠഭാഗത്തിലെ തിയറീസാണ്. ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കടപ്പത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പൊതുമുദ്ര പതിപ്പിച്ച കടം വാങ്ങിയതിനായുള്ള തെളിവായി നൽകുന്നൊരു പ്രമാണമാണ് എന്ത് കടപ്പത്രങ്ങൾ. കടപ്പത്രങ്ങളുടെ ഉടമകളെ കടപ്പത്ര കൈവശക്കാർ എന്നറിയപ്പെടുന്നു. കടപ്പത്രം എന്ന കമ്പനി കടം മേടിക്കുക പകരമായിട്ടൊരു തെളിവായിട്ടുള്ളൊരു പ്രമാണം കൊടുക്കുന്നു, അതാണ് എന്ത് കടപ്പത്രം. ഇവർ കമ്പനിയുടെ കടക്കാരാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ കടക്കാരാണ്. അവർക്ക് കമ്പനിയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനത്തിൽ നമ്മൾ എന്ത് കൊടുക്കണം? പലിശ അങ്ങോട്ട് കൊടുക്കണം. കമ്പനിയുടെ ദീർഘകാല വായ്പാ മൂലധനത്തിൻ്റെ ഏറ്റവും സാധാരണയായ ഉറവിടമാണ് ഇത് കടപ്പത്രങ്ങൾ. ദീർഘകാല വായ്പാ മൂലധനമാണ് ഈ കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ബോണ്ടാണ്. കടത്തിനുള്ള തെളിവായി നൽകുന്ന മറ്റൊരു പ്രമാണമാണ് എന്ത് ബോണ്ടുകൾ. മുൻകൂട്ടി നിശ്ചയിച്ച പലിശ നിരക്ക് ഇല്ലാതെ ബോണ്ടുകൾ വിതരണം ചെയ്യാനായിട്ട് കഴിയും. പലിശ നിരക്ക് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് വിതരണം ചെയ്യാൻ പറ്റും. പരമ്പരാഗതമായിട്ട് സർക്കാരാണ് എന്ത് ബോണ്ടുകൾ വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അർദ്ധ സർക്കാരിതര സംഘടനകളും ബോണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിതരണം ചെയ്യുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്. എന്താണ് ഓഹരി, എന്താണ് കടപ്പത്രം, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ രണ്ടും പഠിക്കണം. അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കടപ്പത്രം എന്ന് വെച്ചാൽ ഓഹരി എന്ന് വെച്ചാൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മൂലധനമാണ് ഇത് ഓഹരികൾ. കടപ്പത്രങ്ങൾ എന്താണ്? കടം വാങ്ങിയതിനുള്ള തെളിവായി നൽകുന്ന ഒരു പ്രമാണമാണ് എന്ത് കടപ്പത്രങ്ങൾ. ഓഹരികൾ എന്ന് പറയുന്നത് ഉടമസ്ഥ മൂലധനം, കടപ്പത്രം എന്ന് പറയുന്നത് കടം വാങ്ങിയതിനുള്ള തെളിവായി നൽകുന്ന പ്രമാണം. കൈവശക്കാർ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും? ഓഹരി ഉടമ എന്ന് പറയുന്നു. ഓഹരികൾ മേടിച്ചിരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓഹരി ഉടമ. കടപ്പത്രം കൈവശം വെച്ചിരിക്കുന്ന ആളെ കടപ്പത്ര കൈവശക്കാരൻ എന്നാണ് വിളിക്കുക. ഓഹരിയുടെ ഉടമയുടെ സ്ഥാനം ഉടമസ്ഥനാണ്. കടപ്പത്രം മേടിക്കുന്ന ആൾ കടക്കാരനാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പ്രതിഫലം, ഓഹരിയിൽ നിന്നുള്ള പ്രതിഫലം ലാഭവിഹിതം ഡിവിഡൻഡ് എന്ന് വിളിക്കും. കടപ്പത്രത്തിൽ നിന്നുള്ള പ്രതിഫലം പലിശ. വോട്ടവകാശം, ഓഹരി ഉടമകൾക്ക് വോട്ടവകാശം ഉണ്ട്. ഇപ്പോൾ കമ്പനിയുടെ എന്തെങ്കിലും തീരുമാനത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം ആർക്കുണ്ട്? ഓഹരി ഉടമകൾക്കുണ്ട്. കടപ്പത്ര കൈവശക്കാരന് എന്തില്ല? വോട്ടവകാശമില്ല. പരിവർത്തനക്ഷമത വെച്ചാൽ മാറ്റാൻ പറ്റുക. ഓഹരികളെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? കടപ്പത്രമാക്കി മാറ്റാൻ പറ്റില്ല. ഓഹരികൾ ഇഷ്യൂ ചെയ്ത് ഓഹരികളായി തന്നെ ഇരിക്കും. പക്ഷേ കടപ്പത്രങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഓഹരികളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സുരക്ഷിതത്വം, ഓഹരികൾ കമ്പനിയുടെ ആസ്തികളിൽ മേൽ ഒരു ഈടുമില്ലാത്തതിനാൽ സുരക്ഷിതമല്ല. ഒരു ഈടും വെക്കുന്നില്ല. പക്ഷെ കടം മേടിക്കുമ്പോൾ കടപ്പത്രങ്ങൾ എന്താ? സുരക്ഷിതമാണ്. കമ്പനിയുടെ ആസ്തികളിൽ മേൽ അതിന് എന്തുണ്ട്? നിശ്ചിത ഈടോടെ നമ്മൾ അത് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് സുരക്ഷിതമാണ് കടപ്പത്രങ്ങൾ. തിരിച്ചടവ്, സാധാരണയായി കമ്പനിയുടെ ആയുസ്സിൽ ഓഹരികളുടെ തുക തിരികെ നൽകില്ല എന്നാണ് പറയുന്നത്. കമ്പനി അവസാനിക്കുമ്പോഴേ കൊടുക്കുള്ളൂ. കടപ്പത്രത്തിൻ്റെ കാര്യത്തിലോ സാധാരണയായി കടപ്പത്രങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. 5 വർഷം 10 വർഷം അങ്ങനെ കാലയളവ് അവസാനിപ്പിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? കമ്പനി തിരിച്ചു മേടിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു 6 പോയിൻ്റെങ്കിലും ഇതിൽ എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് ഫുള്ളായിട്ട് ചോദിക്കുന്നില്ലെങ്കിലും ചിലത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ചോദിക്കും. വിവിധ തരം കടപ്പത്രങ്ങൾ ഏതൊക്കെയാണ്? ഈടുള്ള കടപ്പത്രങ്ങൾ, ഈടില്ലാത്ത കടപ്പത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഈടുള്ളതെന്ന് വെച്ചാൽ എന്താ? കടപ്പത്രത്തിൻ്റെ പണം തിരികെ കൊടുക്കുന്നതിൽ കമ്പനി വീഴ്ച വരുത്തിയാൽ അത് നികത്താൻ കമ്പനിയുടെ ആസ്തികളുടെ മേൽ ഈട് പറഞ്ഞിട്ടുള്ള കടപ്പത്രമാണിത് ഈടുള്ള കടപ്പത്രം. ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആധാരം വയ്ക്കും. അതുപോലെ ഈ കടക്കാരൻ കടപ്പത്രം ഇഷ്യൂ ചെയ്ത് നമുക്ക് പൈസ തരുമ്പോൾ കമ്പനിയുടെ ആസ്തി, ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കടപ്പത്രമാണ് ഒരാൾ മേടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കമ്പനിയിൽ നിന്ന് കടപ്പത്രം മേടിച്ചു. നിങ്ങൾ ആരായി? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കടക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഭാവിയിൽ പൈസ തരണം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറ്റിച്ചു പോകുന്ന ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ കമ്പനിയിൽ ആസ്തിയുടെ മുകളിൽ എന്ത് ചെയ്യും? 10 ലക്ഷത്തിന് ഏകദേശമായിട്ടുള്ളൊരു ആസ്തിയുടെ മുകളിൽ നിങ്ങൾ ഈട് ഞാൻ അങ്ങോട്ട് തന്നാലേ എന്ത് തരുള്ളൂ? നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തരുള്ളൂ. അപ്പോൾ ഈടുള്ള കടപ്പത്രങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സുരക്ഷിതമാണ്.
ഈടില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അർത്ഥം? ഇത്തരം കടപ്പത്രങ്ങൾക്ക് കമ്പനിയുടെ നിർദ്ദിഷ്ട ആസ്തിയിൽ എന്തില്ല, ഒരു പ്രത്യേക അവകാശവും ഇല്ല. പൈസ കിട്ടിയില്ലേ കിട്ടില്ല, അല്ലാതെ ഈടായിട്ടൊന്നും നമ്മൾ വെക്കുന്നില്ല. അടുത്തത് വീണ്ടെടുക്കാവുന്ന കടപ്പത്രങ്ങൾ, റിഡീം ചെയ്യാവുന്നത്. ഒരു കമ്പനി നിലനിൽക്കുന്ന കാലയളവിനുള്ളിൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഒരുമിച്ചോ തവണകളായിട്ടോ നമുക്ക് തിരിച്ചു മേടിക്കാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീണ്ടെടുക്കാവുന്ന കടപ്പത്രങ്ങൾ. വീണ്ടെടുക്കാനാവാത്ത കടപ്പത്രങ്ങൾ എന്താ? ഇത്തരം കടപ്പത്രങ്ങൾ പുറപ്പെടുവിപ്പിക്കുമ്പോൾ കടമായി വാങ്ങിയ തുക തിരിച്ചു നൽകുന്നതിനെ കുറിച്ച് ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഒരു വാഗ്ദാനവും ആരും ചെയ്യുന്നില്ല, കമ്പനി നൽകില്ല. അതിനാൽ ഇത്തരം കടപ്പത്രങ്ങളെ വീണ്ടെടുക്കാനാവാത്ത കടപ്പത്രങ്ങൾ എന്ന് പറയുന്നു, അഥവാ ശാശ്വത കടപ്പത്രങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് എന്ന് വെച്ചാൽ എന്ന് റിഡീം ചെയ്യും, ഇത് എന്ത് ചെയ്യുന്നില്ല, വീണ്ടെടുക്കുന്നില്ല കമ്പനി, എന്ന് വെച്ചാൽ തിരിച്ചു മേടിക്കില്ല. ഇതിപ്പോൾ ചില കടപ്പത്രങ്ങൾ പറയും 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കുന്നു പറയും. പക്ഷേ ഇതിലെന്താണ്, എത്ര വർഷം കഴിഞ്ഞാലാണോ തിരിച്ചു മേടിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കാനാവാത്ത കടപ്പത്രങ്ങൾ എന്ന് പറയും. ഇനി പരിവർത്തനപ്പെടുത്താവുന്ന കടപ്പത്രങ്ങൾ, പരിവർത്തനം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയറിലേക്ക് മാറ്റുക. അപ്പോൾ കമ്പനിയുടെ കടപ്പത്ര ഉടമയോ താല്പര്യം അനുസരിച്ച് ഓഹരികളായിട്ട് മാറ്റാൻ പറ്റുന്ന കടപ്പത്രങ്ങളെ നമ്മൾ എന്ത് പറയും? പരിവർത്തനപ്പെടുത്താവുന്ന കടപ്പത്രങ്ങൾ എന്ന് പറയും. പരിവർത്തനപ്പെടുത്താത്തത് എന്താ? ഓഹരികളായിട്ട് മാറ്റാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിവർത്തനപ്പെടുത്താത്ത കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിർദ്ദിഷ്ട കൂപ്പൺ നിരക്ക് കടപ്പത്രങ്ങൾ. ഇതിലെന്തുണ്ട്? ഒരു നിശ്ചിത പലിശ നിരക്കിൽ പുറപ്പെടുവിപ്പിക്കുന്ന കടപ്പത്രങ്ങളാണിത് നിർദ്ദിഷ്ട കൂപ്പൺ നിരക്ക് കടപ്പത്രങ്ങൾ. ഇപ്പോൾ 10% ഡിബെഞ്ചർ അല്ല 10% കടപ്പത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. കൂപ്പൺ നിരക്ക് രഹിത കടപ്പത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഒരു നിശ്ചിത പലിശ നിരക്കില്ലാത്ത കടപ്പത്രങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? കൂപ്പൺ നിരക്ക് രഹിത കടപ്പത്രങ്ങൾ എന്ന് വിളിക്കും. നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ ഇത്തരം കടപ്പത്രങ്ങൾ ഗണ്യമായ കിഴിവിൽ എന്ത് ചെയ്യും? വിതരണം ചെയ്യും. എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിനെയാണ് ഇത് കൊടുക്കുക. രജിസ്റ്റർ ചെയ്യപ്പെട്ട കടപ്പത്രങ്ങൾ, കടപ്പത്ര ഉടമകളുടെ പേര്, വിലാസങ്ങൾ, കൈവശമുള്ള കടപ്പത്രങ്ങളുടെ വിവരങ്ങൾ മുതലായവ കമ്പനിയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കടപ്പത്രങ്ങളെയാണ് രജിസ്റ്റർ ചെയ്ത കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാഹക കടപ്പത്രങ്ങൾ, ബെയറർ ഡിബെഞ്ചർ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കൈമാറ്റം കഴിയുന്നതും കൈവശക്കാരൻ്റെ വിവരങ്ങൾ കമ്പനിയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കടപ്പത്രങ്ങളാണിത് വാഹക കടപ്പത്രങ്ങൾ. ഇപ്പോൾ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, ഞാനാണ് ഓണർ, നിങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത്, നിങ്ങളാണ് ഓണർ. ആർക്ക് വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ പേര് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ബെയറർ ഡിബെഞ്ചർ ചോദിക്കാറുണ്ട്. അത് വാഹക കടപ്പത്രങ്ങൾ കേട്ടോ. ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരാണ് അപ്പോൾ അതിൻ്റെ ഓണർ. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വെക്കണം. വിവിധ തരങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി വരുന്നത് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണ്. നമ്മൾ ഷെയറിൻ്റെ പ്രൊസീജിയർ പഠിച്ചത് തന്നെയാണ് ഇവിടെയും വരിക. കടപ്പത്രങ്ങൾ നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കും, പ്രീമിയത്തിന് കൊടുക്കും, പിന്നെ ക്യാഷിനല്ലാതെ കൺസിഡറേഷന് കൊടുക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ 100 രൂപയുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നത് 80 രൂപയ്ക്ക് 20 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ കടപ്പത്രങ്ങൾ അതിൻ്റെ മുഖവിലേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. പ്രീമിയം എന്ന് വെച്ചാൽ 100 രൂപയുടെ കടപ്പത്രം 110 രൂപയ്ക്ക്, അപ്പോൾ മുഖവിലേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ്. നമ്മൾ എന്ത് പഠിച്ചില്ലേ? നമ്മുടെ ഷെയറിൻ്റെ ജേണൽ പഠിച്ചതിൻ്റെ അവിടെ എല്ലാം എന്ത് വെക്കുക? ഡിബെഞ്ചർ എന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി മുഖവില പുറപ്പെടുവിക്കുന്ന മുഖവിലയ്ക്ക് വീണ്ടെടുക്കുക. പുറപ്പെടുവിപ്പിക്കുമ്പോൾ നമ്മളത് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട്. തിരിച്ചു മേടിക്കുമ്പോൾ എന്താണ്? ഡിബെഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച ജേണൽ എൻട്രികളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. 6 തരത്തിലുണ്ട്. ഇത് അധികം ചോദിച്ച് കാണാറില്ല, ഇതെനിക്ക് പ്രോബ്ലമായിട്ട് വരാറില്ല. ഇത് പ്രീമിയത്തിന് കൊടുക്കുന്നു, പ്രീമിയത്തിന് തിരിച്ചു മേടിക്കുന്നു, പാറിന് കൊടുക്കുന്നു, പ്രീമിയത്തിന് മേടിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കേസസ് ആണ്. ഇനി ലാസ്റ്റ് നോക്കണം, കടപ്പത്രങ്ങളുടെ വീണ്ടെടുക്കൽ. എങ്ങനെയൊക്കെ നമുക്ക് കടപ്പത്രങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റും? അത് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, അക്ഷര കൈരളി മോഡൽ എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ട്.
കടപ്പത്രങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന സമയത്തുള്ള നിബന്ധനകൾക്കനുസരിച്ചും കടപ്പത്രങ്ങളിലുള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കുക എന്നതാണ് കടപ്പത്രങ്ങളുടെ വീണ്ടെടുക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നു, 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഞാൻ തന്നു, ഇനി അത് തിരിച്ചു മേടിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ വഴിയിൽ നമുക്കത് വീണ്ടെടുക്കാം? കടപ്പത്രങ്ങൾ വീണ്ടെടുക്കൽ എന്നാൽ കമ്പനി കടപ്പത്രങ്ങളുടെ തുക തിരിച്ചടയ്ക്കുക എന്നാണ്. കടപ്പത്രങ്ങൾ വീണ്ടെടുക്കാൻ 4 മാർഗ്ഗങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. ഈ മാർഗ്ഗങ്ങൾ എന്തായാലും പഠിക്കണം. തുക മൊത്തമായിട്ട് നൽകൽ. അപ്പോൾ എന്ത് ചെയ്യുക? 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ആണെങ്കിൽ 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുന്ന ഡിബഞ്ചർ മേടിക്കുക, തിരിച്ചു മേടിക്കുക കമ്പനി. കടപ്പത്രങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ കടപ്പത്ര ഉടമകൾക്ക് നൽകാനുള്ള തുക മൊത്തമായി നൽകി കമ്പനി കടപ്പത്രങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. ഇനി അടുത്തത് ഗഡുക്കളായിട്ട് പണം അടയ്ക്കലാണ്, ഇൻസ്റ്റാൾമെൻറ്റ്. ഈ രീതി പ്രകാരം കടപ്പത്രങ്ങളുടെ കാലാവധിക്കുള്ളിൽ നിർദ്ദിഷ്ട തീയതിയിൽ കടപ്പത്രങ്ങളുടെ തുക തവണകളായിട്ട് എന്ത് ചെയ്യും? കമ്പനിക്ക് നൽകും. തുറന്ന വിപണിയിൽ നിന്നും വാങ്ങൽ. ഒരു കമ്പനി സ്വന്തം കടപ്പത്രങ്ങൾ എന്തു ചെയ്യും? റദ്ദാക്കലിന് വേണ്ടിയിട്ട് വിപണിയിൽ നിന്നും തിരികെ വാങ്ങുന്നതിനെയാണ് എന്ത് ചെയ്യുന്നു? തുറന്ന വിപണിയിൽ നിന്നും വാങ്ങൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഡിബഞ്ചറുകൾ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കമ്പനി ഇന്ന് എന്ത് ചെയ്യുക? വിപണിയിൽ നിന്ന് അതിൻ്റെ ഡിബഞ്ചറുകൾ മേടിക്കുക. ഇനി ഓഹരികളായോ പുതിയ കടപ്പത്രങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുക. അതിനെന്താക്കി മാറ്റുക? ഷെയറാക്കി മാറ്റുക. ഓഹരിക്ക് തൻ്റെ കടപ്പത്രങ്ങളെ ഓഹരികളായിട്ടോ പുതിയ തരം കടപ്പത്രങ്ങളായിട്ടോ പരിവർത്തനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും തിയറികൾ ഇതിൽ നിന്ന് പഠിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.